ഹലോ, ജെമിനി ഫുഡ് ക്രേവിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഹെൽത്തിയായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി തക്കാളി കൊണ്ടുള്ള ഷക്ഷൂക്ക എന്ന പേരുള്ള ഒരു ഐറ്റമാണ്. ഈ ഒരു പേര് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കാണിക്കാം. ഞാനൊരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു അര സവാള, പകുതി സവാള, കുറച്ച് മല്ലിയില, നാട്ടിലെ ഒരു പച്ചമുളക് മതിയാകും. പിന്നെ ഞാനിവിടെ ഷോയ്ക്ക് വേണ്ടി ഇവിടെ ഇന്നാൾ കാണിച്ചില്ലേ ആ റോസ്മേരി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഗ്ലാസ് കൊണ്ടിട്ടുള്ള ഒരു ആപ്പിളുണ്ട്, ഒരു ക്യാപ്സിക്കമുണ്ട്, ഒരു മത്തനുണ്ട് കേട്ടോ, ഗ്ലാസ് കൊണ്ടുള്ള. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ 5 തക്കാളി, ഒരു പകുതി സവാള, പകുതി പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇച്ചിരി കറിവേപ്പില, കുറച്ച് മല്ലിയില കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിനി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മളിതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ നന്നായിട്ട് പഴുത്തതാണ് എടുത്തേക്കുന്നത്, അതാണ് ഏറ്റവും നല്ലത്, ഉചിതം അതാണ്. ഓക്കെ, നമ്മിനി അത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ടാക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം ഞാൻ സവാള ഇട്ട് കൊടുത്തു. കടുകിൻ്റെ ആവശ്യം നമുക്കിതിലില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഇസ്രായേലി ഡിഷാണ്. ഇവിടുത്തെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സവാളയിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരുപാട് കളറ് മാറണമെന്ന് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരുപാട് കളറ് മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ആക്കേണ്ട കാര്യമില്ല. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നൊരു വെന്തു ഒരു 1/4 ഭാഗം എത്തുമ്പോഴേക്കും നമുക്ക് അപ്പോഴത്തേക്കും തന്നെ അത് കുറച്ച് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഓക്കെ, നമുക്കിനിയിപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഞാനിപ്പം മാറ്റി വെച്ചിരുന്ന കറിവേപ്പില കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ തക്കാളി ഈ ഒരു പരുവം എത്തുമ്പോഴേക്കും തക്കാളി കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ മൊത്തം തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. നമുക്കിത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം, ഇടിയപ്പം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇവിടുത്തെ ഒരു പ്രധാന ഫുഡ് ഐറ്റംസിൽ ഒന്നാണ് ഈ ഒരു ഷക്ഷൂക്ക എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലാരും ഇങ്ങനെ ഉണ്ടാക്കി എനിക്കറിയത്തില്ല. എനിക്കറിയാത്തയാണോ ആരെങ്കിലും ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മളത് അടച്ചു വെച്ച് വേവിക്കണം. കണ്ടോ, അതിൽ തക്കാളിയിലുള്ള വെള്ളമാണ്. നമ്മളിവിടെ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറച്ച് വറ്റണം. വറ്റി കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക്, നമ്മൾ മലയാളികൾ നമ്മുടെ മസാല ഇടാതെ എന്ത് അല്ലേ, അതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇവിടെ ഉള്ളവർ ഇതൊന്നും ചേർക്കാറില്ല. വെറും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമാണ് ചേർക്കുക. ഞാനിത് ഇത്ര പൊടികളും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്.
ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമ്മൾ 2 കുഴി പോലെ ഉണ്ടാക്കണം. ഇത് 2 കുഴി പോലെ ഉണ്ടാക്കണം. എന്തിനാന്ന് വെച്ചാൽ 2 മുട്ട എടുത്തേക്കുന്നുണ്ടോ, ഈ 2 മുട്ട ആ കുഴി ഇത് കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിക്കണം. എന്നിട്ട് നമ്മളിനിയിപ്പോൾ ഇത് ഒന്ന് ഇളക്കാൻ പാടില്ല. ഇതിനിപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. കണ്ടോ? ആഹാ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. നല്ല രസമല്ലേ? നമ്മൾ പനീർ ബട്ടറൊക്കെ ഉണ്ടാക്കുന്ന പോലൊരു സ്റ്റൈലിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് മുകളിലൂടെ, എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിൽ മുകളിലേക്ക് മല്ലിയില ഇങ്ങനെ വാരി വിതറുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മേലേക്ക് വേണമെങ്കിൽ പിന്നെയും മല്ലിയിലയിട്ട് അലങ്കരിക്കാം. ഓക്കെ, ഈ എൻ്റെ ചാനലിൻ്റെ റെസിപ്പീസ് കണ്ട് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിമേലും നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ടുണ്ടെങ്കിലാണ് മേലും എനിക്ക് വീഡിയോ ഇടാനായിട്ട് പ്രചോദനമാവുകയുള്ളൂ. നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയായാലും നിങ്ങൾ രേഖപ്പെടുത്തണം. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കത് ഉണ്ടാക്കി നോക്കാനും എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടും ഒരു പ്രചോദനമാകും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.